പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ അതിർത്തി സംഘർഷം രൂക്ഷമാകുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏറ്റുമുട്ടലിന്റെ കണക്കുകൾ ഇരു രാഷ്ട്രങ്ങളും പുറത്തേക്ക് വിടുന്നുണ്ട്. പാകിസ്ഥാൻ ഏതാണ്ട് 200ഓളം താലിബാൻകാരെ കൊന്നു എന്ന വിവരം പുറത്തുവിടുന്നുണ്ട്. പക്ഷേ അത് അഫ്ഗാൻ സ്ഥിരീകരിച്ചിട്ടില്ല. പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നതിനനുസരിച്ച് അഫ്ഗാൻ സേന അതിർത്തിയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രകോപനമില്ലാതെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം. എന്നാൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് തങ്ങൾ തിരിച്ചടി നൽകുന്നത് എന്നതാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. ഇപ്പോൾ 200ഓളം താലിബാൻ സൈനികരെ തങ്ങൾ വധിച്ചതായി പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ഭീകരരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ സൈന്യം വ്യക്തമാക്കുന്നു. എന്നാൽ ഈ അവകാശവാദം അഫ്ഗാൻ തള്ളിക്കളയുകയാണ്. തങ്ങൾ 58 പാക് സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയുമായി ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് പോലും പാകിസ്ഥാൻ ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന്റെ വസ്തുത എന്താണ് എന്നത് ഇന്ത്യ തെളിവ് നിരത്തി പലതവണ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അവകാശവാദങ്ങൾ എത്രത്തോളം അടിസ്ഥാനമുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിർത്തിയിലെ നിരവധി താലിബാൻ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നതാണ് പാകിസ്ഥാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും വലിയ അവകാശവാദങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നേരത്തെ കാബൂൾ ആക്രമണത്തിന് പകരമായി താലിബാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ 58 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും 30 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്ന കാര്യം ഇതിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അഫ്ഗാൻ എന്നതുകൂടി നമ്മൾ കാണണം. ഈ അഫ്ഗാൻ ഉൾപ്പെടെ ലോകത്തിന്റെ പല രാജ്യങ്ങൾക്കും IS ഗ്രൂപ്പ് ഭീഷണിയാണ്. ഈ IS ഗ്രൂപ്പുകൾക്ക് പാകിസ്ഥാൻ താവളമൊരുക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടവും ഉയർത്തുന്നു. പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകുന്നു. ഈ വിഷയത്തിൽ ഇന്ത്യ പ്രത്യക്ഷത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടില്ല. അഫ്ഗാനിന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിച്ച പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം നടക്കുന്നത് എന്നത് നമ്മൾ കാണണം. ഇത് മേഖലയിലെ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളുടെ ഒരു സൂചനയായി കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത്. ഭീകരത ഇല്ലാതാക്കാൻ പാകിസ്ഥാൻ തങ്ങളെ മാതൃകയാക്കണമെന്ന് താലിബാൻ വിദേശകാര്യമന്ത്രി പ്രസ്താവിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും ഇന്ത്യ അഫ്ഗാൻ ബന്ധം ഊഷ്മളമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ജമ്മു കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ പരമാധികാരത്തെ താലിബാൻ പിന്തുണച്ചത് പാകിസ്ഥാന് വലിയ രോഷമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് കൂടി വിലയിരുത്തലുകളുണ്ട്. ആ സാഹചര്യത്തിലാണ് ആ മേഖലയിൽ കൂടുതൽ ആക്രമണത്തിന് പാകിസ്ഥാൻ തുനിയുന്നത് എന്നതാണ് വിവരം. ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തിയിൽ കനത്ത ഏറ്റുമുട്ടലുകൾ വരുന്നത് ഈ ജമ്മു കാശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ അഫ്ഗാൻ സ്വീകരിച്ച നിലപാടുകൾ പാകിസ്ഥാനെ അസ്വസ്ഥമാക്കുന്നത് കൊണ്ട് ആണ് എന്നതാണ് വിവരം. കരൂരിൽ 41 മനുഷ്യരുടെ ജീവനെടുത്ത ദുരന്തം നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്നതായിരുന്നു TVKയുടെ ആവശ്യം. അവർ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇപ്പോൾ CBI അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള CBI അന്വേഷണമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. TVKയെ സംബന്ധിച്ച്, വിജയെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോടതി ഇടപെടൽ എന്നത് വേണം നമ്മൾ കാണാൻ. കോടതി മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുക. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അജയ് റസ്തോഗി അധ്യക്ഷനായി 3-അംഗ സമിതിയാണ് സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ളത്. തമിഴ്നാട് കേഡറിലുള്ള 2 IPS ഉദ്യോഗസ്ഥരും ഈ കമ്മിറ്റിയിലുണ്ട്. ഇവർ തമിഴ്നാട് സ്വദേശികളാകരുതെന്ന ഒരു നിർദ്ദേശം സുപ്രീം കോടതി നൽകി. അതൊരു സ്വതന്ത്ര അന്വേഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ കോടതി ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത്. TVKയുടെ ഹർജിയിൽ TVKയ്ക്ക് അനുകൂലമായി കോടതിയിൽ നിന്ന് വിധി ഉണ്ടാകുന്നു, ഒരു സ്വതന്ത്ര അന്വേഷണത്തിന് വഴിയുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ഇതിൽ നിർണായകമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല, ഇതിൽ ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിനുള്ള കീഴ്ക്കോടതി നിർദ്ദേശം, മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയ നിർദ്ദേശം, അതിനെതിരെ കോടതി പരാമർശങ്ങൾ നടത്തുന്നു എന്നതുകൂടി നമ്മൾ കാണണം. ആൾക്കൂട്ട ദുരന്തങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശങ്ങൾ തേടിയുള്ള ഹർജി പരിഗണിച്ചുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് രൂപം നൽകിയിരുന്നത്. വിജയ്ക്കെതിരെ വലിയ രൂക്ഷമായ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു.